ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഷോർട്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ FIIസിൻ്റെ ഡാറ്റ ഒന്ന് നോക്കുകയായിരുന്നു ക്യുക്കായിട്ട്. കാരണം ഫെബ്രുവരി മാസം മാർക്കറ്റ് നെഗറ്റീവ് ടെറിട്ടറിയിൽ തന്നെയായിരുന്നു. FIIസിൻ്റെ സെല്ലിംഗ് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഫെബ്രുവരി മാസത്തെ FIIസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ വർഷം പിറന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് 1,46,000 കോടി രൂപ, ഒരു 1.46 ലക്ഷം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIIസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്, പ്രത്യേകിച്ചും ക്യാഷ് മാർക്കറ്റിൽ മാത്രം. ഫ്രൈഡേ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 22,150 താഴെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 5 മാസത്തെ ഏറ്റവും വലിയ ഫോളാണ് നമുക്ക് നിഫ്റ്റിയിൽ വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത്. 11,639 കോടി രൂപയുടെ സെയിൽസാണ്, അതായത് FIIസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന സെയിൽ ആസ് എ സിംഗിൾ ഡേ. ഇതിനു മുമ്പ് നവംബർ 28-നാണ് 11,756 കോടി രൂപയുടെ ഒരു സെയിൽ സിംഗിൾ ഡേ വന്നത്. അതിനുശേഷം വരുന്ന ഏറ്റവും വലിയ സിംഗിൾ ഡേ സെല്ലാണ് FIIസിൻ്റെ ഭാഗത്തു നിന്നും 11,639 കോടി രൂപ വെള്ളിയാഴ്ച വന്നിരിക്കുന്നത്. ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് 5-ാം മാസമാണ് നമ്മൾ നെഗറ്റീവ് മന്ത് ടു മന്ത് ക്ലോസ് ചെയ്യുന്നത്. ഫെബ്രുവരി മാസവും നെറ്റ് സെല്ലേഴ്സ് തന്നെയാണ് അവർ. ഫെബ്രുവരി മാസത്തിൽ നിഫ്റ്റി 6% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫെബ്രുവരി മാസം നോക്കിക്കഴിഞ്ഞാൽ 2 ദിവസം മാത്രമാണ് FIIസിൻ്റെ ഭാഗത്തു നിന്നും ബൈയിങ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ട്രേഡിംഗ് ദിവസങ്ങളിലും FIIസ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് മോഡിലായിരുന്നു. 2 ദിവസം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫെബ്രുവരി 4-നും ഒന്ന് ഫെബ്രുവരി 8-നും. ഈ 2 ദിവസങ്ങളിലാണ് ചെറിയ രീതിയിലുള്ളൊരു ബൈയിങ് വന്നത്. അതിൽ ഫെബ്രുവരി 4-ന് FIIസ് 809 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതുപോലെ തന്നെ ഫെബ്രുവരി 8-നാണ് മറ്റൊരു ബൈയിങ് വന്നതായിട്ട് കാണുന്നത്. അത് 4,786 കോടി രൂപയുടെ ക്യാഷ് മാർക്കറ്റിംഗ് ബൈയിങ് ആണ് കണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും സെല്ലിംഗ് സൈഡിലേക്ക് വന്നു. ഡോളർ ഇൻഡെക്സ് ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞു വരുന്നത് മാർക്കറ്റിനെ സ്വാധീനിക്കും. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ വീണ്ടും, അത് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22,500 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 450 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ ഭേദിക്കുകയാണെങ്കിൽ FIIസിൻ്റെ സെല്ലിംഗ് വീണ്ടും ഫ്രഷ് സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ വീക്ക്ലി പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡേ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചു. ഫ്രഷ് സെല്ലിംഗ് ഇനീഷ്യേറ്റീവ് എന്ന് വേണം പറയാൻ. അതൊരു ഈ ചൊവ്വാഴ്ച മാർച്ച് 4-ന് IT കമ്പനിയായിട്ടുള്ള കൊഫോർജിൻ്റെ ആനുവൽ ജനറൽ ബോഡി അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ മീറ്റിംഗ്. 900% റിട്ടേൺ കോവിഡിന് ശേഷം ഇങ്ങോട്ട് കൊടുത്ത ഒരു കമ്പനിയാണ്. സോ തിങ്കളാഴ്ച ഈ ഒരു കമ്പനി, അതായത് കൊഫോർജ് എന്ന് പറയുന്ന കമ്പനി, ചൊവ്വാഴ്ച ബോർഡ് മീറ്റിങ്ങും സ്റ്റോക്ക് സ്പ്ലിറ്റും ഉള്ളത് കൊണ്ട് തന്നെ കൺസേൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. 900% ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഫേസ് വാല്യൂ 10 രൂപയാണ്. ചൊവ്വാഴ്ചയാണ് ബോർഡ് മീറ്റിംഗ്. കൊഫോർജിനെ കൊണ്ടുവരാണ്. അതുപോലെ തന്നെ അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലറീസ് ലിമിറ്റഡ് ABD, ഈ കമ്പനിയിലും ഫോക്കസ് വേണം. അത് ഞാൻ അടുത്ത ഷോർട്സ്